ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യ ദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനത്ത് നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യ ദിനം വിവിധ സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. 79ാമത് സ്വാതന്ത്ര്യ ദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനത്ത് നടന്ന ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഈ സമയം വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകതകളിലേക്ക് ചുരുക്കാനുള്ള ഒരു ശ്രമവും അനുവദിച്ചുകൂടാ എന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വൈവിധ്യങ്ങളെ അതേപടി ഉൾക്കൊള്ളുക എന്ന വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കലാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വിക്രം മൈതാനത്ത് നടന്ന ജില്ലാതല ആഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്മൃതികളെ വളച്ചൊടിക്കുവാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നാം കാണാതിരുന്നുകൂടാ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മഹത്തായ ചരിത്രത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ചരിത്രം പുതിയ തലമുറക്ക് പകർന്നു നൽകുവാൻ കഴിയുന്നതാകണം നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന മൂല്യങ്ങളുണ്ട്. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ആ മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ ദിവസത്തെ പൂർണ്ണമാക്കുക. പരേഡ് കമാൻഡർ ഫറോക്ക്, സ്റ്റേഷൻ ഇൻസ്പെക്ടർ TS ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന പോലീസ് പരേഡിൽ എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCCയുടെ വിവിധ വിഭാഗങ്ങൾ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, SPC, സിവിൽ ഡിഫൻസ്, സ്കൂൾ ബാൻഡ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 26 പ്ലാറ്റൂണുകൾ അണിനിരന്നു. ലോക്കൽ പോലീസ് വിമൻ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. എക്സൈസ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. സീനിയർ ഗേൾസ് സ്കൂൾ നമ്പർ 2 വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. കേഡറ്റ് മാസ്റ്റർ അമർനാഥ് KV നയിക്കുന്ന SPC ബേപ്പൂർ വിശിഷ്ടാതിഥി അഭിവാദ്യം ചെയ്യുന്നു. കേഡറ്റ് മാസ്റ്റർ ആദിദേവ് PC നയിക്കുന്ന SPC പെരുമണ്ണ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. MP-മാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ,
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ്, സബ് കളക്ടർ ഗൗതം രാജ്, ADM പി സുരേഷ്, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോണ്ടിജന്റുകൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. സബ് ഇൻസ്പെക്ടർ അജിത് സി, ലോക്കൽ പോലീസ് കോഴിക്കോട് സിറ്റി. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ശൈലേഷ് എക്സൈസ്. സ്റ്റേഷൻ ഓഫീസർ ശ്രീ വരുൺ എസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. റിസർവ് സബ് ഇൻസ്പെക്ടർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് സിറ്റി. പരേഡിന് ശേഷം സെന്റ് വിൻസെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രൊവിഡൻസ് കോളേജ്, കേന്ദ്രീയ വിദ്യാലയം 1 എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. INL കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA പതാക ഉയർത്തി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം INL കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA പതാക ഉയർത്തി. കോർപ്പറേഷൻ മുൻ കൗൺസിലർ AM മറിയൻ ടീച്ചർ പ്രതിജ്ഞാവാചനം ചൊല്ലിക്കൊടുത്തു. മണ്ഡലം പ്രസിഡന്റ് C അബ്ദുറഹീം, P സാലിം, VP ഷംസീർ, BK മുഹമ്മദ് ഹനീഫ്, KP സലീം, PT ബഷീർ കുറ്റിച്ചിറ, മുഹമ്മദ് കൊമ്മേരി, റഫീഖ് ചക്കുംകടവ്, റസാഖ് മാളിയേക്കൽ, ഹാജിക്കോയ ചാലപ്പുറം, റൈദത്ത് കൊമ്മേരി, ബർസീന മുഗദാർ, സുൽഫിക്കർ ഹൽവ ബസാർ, ഉമ്മർ കപ്പയ്ക്കൽ, VP ഹർഷീദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ റോഡ് റൺ നടത്തി കരാട്ടെ മാസ്റ്റർമാർ. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ കരാട്ടെ മാസ്റ്റർമാരുടെ റോഡ് റൺ നടത്തി. ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാർ, മാപ്പാല രാജു, രേണുകാദേവി എന്നിവർ ചേർന്ന് റൺഷി ജയരാജിന് ദേശീയ പതാക കൈമാറി സല്യൂട്ട് സ്വീകരിച്ച ശേഷം റോഡ് റൺ നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ സ്കൂളിന്റെ അർപ്പണബോധത്തിന്റെ പ്രതീകമായി പുതിയറ BEM UP സ്കൂളിലെ സ്വാതന്ത്ര്യദിനം. വിവിധ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പുതിയറ BEM UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് K ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ വികസനത്തിൽ വ്യക്തികൾ വഹിക്കേണ്ട പങ്കിനെക്കുറിച്ചും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. PTA പ്രസിഡന്റ് നാഗരത്നൻ, ഷബീർ ഖാൻ വയ്യാനം, PTA അംഗം റിഷാദ്, സൂസൻ ആഗ്നസ്, ബീന ജോസഫ്, ആൻസി ചീരൻ, ടീമ സുമൻ, അനിത റോസ്, സ്കൂൾ ലീഡർ നിഹാൽ NP, നമി, അലീഷ, ജെസി, ശാലിനി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രത്തിന്റെ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്നതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ സ്കൂളിന്റെ അർപ്പണബോധത്തിന്റെ പ്രതീകമായി സ്വാതന്ത്ര്യദിന പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാർത്ഥികളുടെ പതാക നിർമ്മാണവും സ്വാതന്ത്ര്യദിന സന്ദേശവുമായി പെരുവച്ചേരി GLP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം. വാർഡ് മെമ്പർ KP മനോഹരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരുവച്ചേരി GLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ T ഗിരീഷ് കുമാർ പതാക ഉയർത്തി. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ KP മനോഹരൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് A ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ T ഗിരീഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് N ഉമേഷ്, SMC ചെയർമാൻ അശ്വതി ദിലീപ്, PTA പ്രസിഡന്റ് NP നിഷിത സുമേഷ്, EK ആനന്ദൻ മാസ്റ്റർ, അധ്യാപകരായ ലനിത കുമാരി ടീച്ചർ, ആനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ പതാക നിർമ്മാണവും സ്വാതന്ത്ര്യദിന സന്ദേശവും ഗാനങ്ങളും ആലപിച്ചും പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹം വിദ്യാഭാരതി വേദപാഠശാല 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെ ദേശീയ ഗാനാലാപനവും മന്ത്രോച്ചാരണവും നടന്നു. തളി ബ്രാഹ്മണ സമൂഹം ശ്രീ വിദ്യാഭാരതി വേദപാഠശാലയിൽ രാഷ്ട്രത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വേദപാഠശാലയുടെ ഫാക്കൽറ്റി മെമ്പർ ശ്രീമതി മാലാരാമൻ ദേശീയ പതാക ഉയർത്തി. വേദപാഠശാല വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ചു. രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള വേദമന്ത്രോച്ചാരണവും വേദപാഠശാല വിദ്യാർത്ഥികൾ നടത്തി. ചടങ്ങിന് വേദപാഠശാല ട്രസ്റ്റി മെമ്പർ MJ ശ്രീറാം നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമ്പാനൂർ ദ ടെറസ് ഹോട്ടലിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആചരിച്ചു. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ഡയറക്ടർ ഷെവലിയർ C ചാക്കുണ്ണി പതാക ഉയർത്തി. ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം തിരുവനന്തപുരം തമ്പാനൂർ ദി ടെറസ് ഹോട്ടലിൽ വിപുലമായി ആചരിച്ചു. ഹോട്ടൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സപ്ത റിസോർട്ട് ആൻഡ് സ്പാ മാനേജിംഗ് കമ്മിറ്റി അംഗവും MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ഡയറക്ടറുമായ ഷെവലിയർ C ചാക്കുണ്ണി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തിന്റെയും നാടിന്റെ പുരോഗതിയെയും കുറിച്ച് ഷെവലിയർ C ചാക്കുണ്ണി, ലാഡർ ഡയറക്ടർ അഡ്വക്കേറ്റ് സാജു പത്മനാഭൻ എന്നിവർ ഹ്രസ്വമായ വാക്കുകളിൽ സംസാരിച്ചു. ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യദിനം കണ്ടറിഞ്ഞ് ജീവിച്ച മുതിർന്ന വ്യക്തിയെ പതാക ഉയർത്താൻ ലഭിച്ചതിൽ അഡ്വക്കേറ്റ് സാജു പത്മനാഭൻ സന്തോഷം അറിയിച്ചു. ജനറൽ മാനേജർ ജോൺ ബെൻസൺ രാജ്, HK മാനേജർ R അരുൺകുമാർ, ഫ്രണ്ട് ഓഫീസ് മാനേജർ GS ഷിജിൻമോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി അജ്രക് ബാത്തിക് സിൽക്ക് സാരികൾ കലംകരി പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ ഷർട്ട് പീസുകൾ കുപ്പടം തോത്തികൾ ബെഡ്ഷീറ്റുകൾ ചുരിദാറുകൾ പരവതാനികൾ ഉന്നം നിറച്ച കിടക്കുകൾ റെഡിമെയ്ഡുകൾ ലുങ്കികൾ കരകൗശല വസ്തുക്കൾ ലെതർ ഉൽപ്പന്നങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ കാർപ്പറ്റുകൾ ചൂരൽ കസേരകൾ പാലക്കാടൻ മൺപാത്രങ്ങൾ കറിക്കത്തികൾ പച്ചക്കറി വിത്തുകൾ വളങ്ങൾ അലങ്കാര ചെടികൾ ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ലെതർ ഉൽപ്പന്നങ്ങൾ ചെരിപ്പുകൾ ഫർണിച്ചറുകൾ കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് ടർഫ് ഓൺ ഗ്രൗണ്ടിലാണ് കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 7ാമത് BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായത്. ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ ജൂനിയർ വിഭാഗം FCC കോബാറിനായിരുന്നു മികച്ച നേട്ടം. രാവിലെ നിർത്താതെ പെയ്ത മഴയെ അവഗണിച്ച് ടർഫിൽ മത്സരത്തിന്റെ സ്പിരിറ്റ് ഒട്ടും ചോരാതെ കളി തുടരുകയായിരുന്നു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് പ്രസിഡന്റ് ഫൗസൽ ഹസൻ അധ്യക്ഷനായി. ഫറൂഖ് അലി, K അൽതാഫ്, PP മെഹറൂഫ്, ജാബിർ സാലിർ, KM അഗ്ദാബ്, O മമ്മൂദു എന്നിവർ നേതൃത്വം നൽകി. ആദ്യ മത്സര വിജയികൾക്ക് ടെഫ പ്രതിനിധി ഷഫീഖ് അറക്കലകം ഉപഹാരം നൽകി. 3 വിഭാഗങ്ങളിലായി 29 ടീമുകളും 290 കളിക്കാരും 4 ദിവസങ്ങളിലായി മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ICDS സിൽവർ ജൂബിലി ആഘോഷവും അർബൻ 4 പരിധിയിലെ 25 വർഷം പൂർത്തീകരിച്ച അംഗനവാടി ജീവനക്കാരുടെ സംഗമവും കൗൺസിലർ കൊല്ലരത്ത് സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്ക് മാർഗദർശികളായിരുന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. അംഗനവാടി വർക്കർ പ്രമീള ബേബി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ P സെറീന, അർബൻ 4 CDPO രശ്മി രാമൻ, റിട്ടയർഡ് പ്രോഗ്രാം ഓഫീസർ P വാസു, റിട്ടയർഡ് CDPO M നരേന്ദ്രൻ, AK റീന, NB ഷൈനി, C സരിത എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോട്ടൂർ പഞ്ചായത്തിലെ അത്തൂനി ദേവി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന പെരവച്ചേരി കേളോത്ത് താഴെ നടപ്പാതയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് പെരുവച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വാർഡ് മെമ്പർ KP മനോഹരന് നിവേദനം നൽകി. നടപ്പാതയുടെ മുകളിൽ പുല്ല് നിറഞ്ഞത് കാരണം സ്കൂളിൽ ഇതുവഴി എത്തുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. പെരവച്ചേരിയിൽ നിന്ന് സംസ്ഥാന പാതയായ പുതിയപുറത്ത് എത്തിച്ചേരാൻ കാൽനട യാത്രക്കാർക്ക് ഒരു എളുപ്പ മാർഗമാണ് ഈ നടപ്പാത. കൂടാതെ പെരവച്ചേരി വയലിൽ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനും കർഷകർക്ക് ഏറെ പ്രയോജനമാവും. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ KP മനോഹരൻ പറഞ്ഞു. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ T ഗിരീഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി NC ആനന്ദൻ, M ലനിത കുമാരി, PTA പ്രസിഡന്റ് A ജാസ്മിൻ, വൈസ് പ്രസിഡന്റ് N ഉമേഷ്, SSG ചെയർമാൻ VK ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൊവിഡൻസ് വുമൻസ് കോളേജ് ചരിത്ര വിഭാഗം കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സ് വകുപ്പിന്റെ സഹകരണത്തോടെ കോളേജിൽ പുരാരേഖകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഏതാണ്ട് 70ഓളം രേഖകൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. മിക്ക രേഖകളും മലബാറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്രദർശനം ഡോക്ടർ MC വസിഷ്ഠ് ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സുസ്മിത അധ്യക്ഷത വഹിച്ചു. അംന, അനാമിക എന്നിവർ സംസാരിച്ചു.
കോട്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയവും എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലും സംയുക്തമായി കൂട്ടാലിട ഉമ്മൻചാണ്ടി ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK അഖിൽ അധ്യക്ഷത വഹിച്ചു. ടി അതുല്യ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KSU സംസ്ഥാന കമ്മിറ്റി അംഗം അർജുൻ പൂനത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK ചന്ദ്രൻ, KSU മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു അണിയോത്ത്, വിഘ്നേഷ് കൂട്ടാലിട, ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയം PRO മനോജ് M നായർ, ഡോക്ടർ PS വിഘ്നേഷ്, മലബാർ ഹോസ്പിറ്റൽ, നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ ശ്രീജ വിശ്വനാഥൻ, ഡോക്ടർ K ഷഹീജ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും ചെയ്തു. 300ഓളം രോഗികളെ പരിശോധന നടത്തി രോഗനിർണയം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 79ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനത്ത് നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ാമത് സ്വാതന്ത്ര്യദിനം വിവിധ സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.